ഭാഗത്ത് ഒരു ജാറുണ്ട്. 40 അടിയാ, കുറച്ചൊന്നുമല്ല. അപ്പൊ ഞാനവിടെ പോയി ചോദിച്ചത് എന്താണെന്ന് ഞാൻ ചോദിച്ചു. നീണ്ടുപോയിരിക്കുന്നു സാധനം. അപ്പോ അവിടുത്തെ ഉസ്താദിനെ ചോദിച്ചു, ഉസ്താദ് എന്താ ഇങ്ങനെ 40 അടി എന്നൊക്കെ പറഞ്ഞാൽ? അപ്പൊ വിശാലൊക്കെ ആൾക്കാർ വന്ന് ദുആരക്കൂലേ, കബറ് വിശാലാക്കണേ, കബറ് വിശാലാക്കണേന്ന്. അപ്പൊ അള്ള ഇങ്ങനെ വിശാലാക്കും. ഞാൻ ചോദിച്ചു, വിശാലം നീട്ടിയിട്ടാ? വിശാലാക്കാന്ന് പറഞ്ഞ വീതിയിലല്ലേ കൊടുക്കണ്ട്? ഇതിങ്ങനെ നീണ്ട് വല്ലന്റെ പറമ്പിലേക്ക് പോയിട്ട് വല്ല അല്ലോ ദൗലിയാട്, അപ്പൊ നിങ്ങൾ സമസ്തയുടെ ആളല്ല. അപ്പൊ അതോടുകൂടി എന്നെ സുന്നീന്ന് വെട്ടിയ. അപ്പൊ അങ്ങനെ അപ്പൊ പിന്നെ സമസ്തയല്ല സഹോദരന്മാരെ. എത്രയെത്ര അപ്പൊ ഇവര് പറയുന്നത് ഇവിടെ ഈ നാടിന് എന്തില്ല, ഒരു വികസനം ഉണ്ടാകുമോ? ഉണ്ടാകൂല. കാരണം എന്താ? ഇതിങ്ങനെ കെടുക്കല്ലേ, പൊളിക്കാൻ പറ്റുമോ, തൊടാൻ പറ്റുമോ? അപ്പോഴേക്കും വരൂല കയ്യേറാൻ. അപ്പോഴേക്കും വന്നു 5 മീറ്റർ തലയെക്കെട്ട് തുണി, 5 മീറ്റർ. എന്താ അതിൻ്റെ ഉള്ളിൽ കല്ല്, അതിനുള്ളിൽ തലയെക്കെട്ടിന്റെ ഉള്ളിലെ കല്ല്. അതാ മുജാഹിദ് പ്രസ്ഥാനം കെട്ടിനെതിർക്കണ്. ബുദ്ധിയുള്ളവന്റെ കെട്ട് എതിർക്കുക നേരത്തെ പറഞ്ഞതാ. തലയെക്കിന്റെ ഉള്ളിൽ കല്ല് വെച്ചിട്ട് വരും. എന്നിട്ട് എന്തെങ്കിലും അല്ലാഹു അക്ബർ എറിഞ്ഞു. കയ്യേർ റോഡ് വികസിപ്പിക്കാൻ, കുറ്റിപ്പുറ റോഡ് വികസിപ്പിക്കാൻ പറ്റൂല. കാരണം എന്താ? ഇതിവിടെ കുറഞ്ഞ കെടുപ്പുണ്ട്. എങ്ങനെ പോണോർത്തൊക്കെ അതെ. ആശുപത്രിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഡെഡ് ബോഡി കിട്ടാനില്ല, ആന്തരികമായത് കിട്ടാനില്ല. ആണാണോ മുസ്ലിമാണോ എന്നറിയതാ. സുന്നി അഫ്കാർ, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സുന്നി അഫ്കാർ മാസിക. എന്റെ സഹോദരന്മാരൊന്ന് കേൾക്കണേ. അതിൽ പറഞ്ഞത് ഫസൽ റഹ്മാൻ ബാക്കവി കടക്കാട്ടുപാറ മക്ബറയിൽ നടക്കേണ്ടതും എന്നാണ് കേട്ടോ. കുംഭവീർപ്പിക്കാൻ ഏത് മാർഗവും സ്വീകരിക്കാൻ മടിവില്ലാത്തവർ. ആരാപ്പത്? ആരാ എഴുതിയവരെന്നെ? അവരെന്നെ പറയണം, അവരെ തന്നെ പറ്റി പറയാ. കേട്ടോട്ടാ. കുംഭവീർപ്പിക്കാൻ ഏത് മാർഗവും സ്വീകരിക്കാൻ മടിയില്ലാത്തവർ, ഇല്ലാത്ത മക്ബറയുടെ പേരിലും അറിയപ്പെടാത്ത മൺകൂനയുടെ പേരിൽ നാമത്തിൽ തട്ടിപ്പ് നടത്തുന്നു. നേർച്ചയ്ക്ക് വേണ്ടി ചില സ്ഥലത്ത് താൽക്കാലിക കബർ കെട്ടിപ്പോക്കുന്നവരുണ്ട്. കേട്ടാ, താൽക്കാലികമായിട്ട് കബറ് കെട്ടിപ്പോക്ക. ഏതുപോലെ നമ്മളിപ്പോ ഇതുപോലെ വരുമ്പോൾ ബുക്ക് സ്റ്റാളൊക്കെ തൽക്കാലമൊക്കെ ഉണ്ടാക്കുമല്ലോ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പോക്ക. എന്നിട്ട് പറയാണെന്നറിയോ, ചില കബറുകൾ മുസ്ലിങ്ങളുടെ ആണോ എന്ന് പോലും തെളിവില്ല. അപ്പൊ ഇവരൊക്കെ ജാതി നോക്കലില്ല, കെട്ടിപ്പൊക്കേണ്ട. ഇവര് ജാതി മാർക്കം ചെയ്തോ സുന്നത്ത് ചെയ്തോ നോക്കലൊന്നുമില്ല. ചത്ത് കിട്ടിയാൽ മതി, പിടിച്ചപ്പോ തന്നെ കുഴിച്ചിടുക. അതവരെ മാനദണ്ഡം.